സൊമാലിയയിൽ ഇസ്രായേലിന് ബേസ് കൊടുക്കാൻ പോവുക. കാരണം അവരുടെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട്. അപ്പം അവിടെ ഒരു ബേസ് ഇസ്രായേലിന് കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാക്കുക, യമൻ കംപ്ലീറ്റ് ഇവരുടെ കൺട്രോളിലാവും. അതേപോലെ അവിടെയുള്ള സീ റൂട്ട് അതും അവരുടെ കൺട്രോളിൽ. അതേപോലെ തന്നെ ഇസ്രായേലിന് ആവശ്യമുള്ള ഓയിലും മറ്റുള്ള സംഭവങ്ങൾ അതിൻ്റെ സെക്കൻഡറി പാർട്ടായിരിക്കും. അതിപ്പോൾ ഏറ്റവും കൂടുതൽ പോകുന്ന അസർബൈജാനിൽ നിന്ന് ഉസ്ബെക്കിസ്ഥാനിൽ നിന്നാണ്. അതും ഇങ്ങോട്ട് കയറി അങ്ങ് വരും. അതായത് കംപ്ലീറ്റ് ആയിട്ട് ഈ വാർ കൊണ്ടുണ്ടായ പ്രയോജനം ഇസ്രായേലിന് മാത്രമാണ്. നമുക്കറിയാം ലെബനിൽ എന്തോ ഉണ്ടായി, എന്താണ് സിറിയയിലുണ്ടായത്, മറ്റുള്ള ഇറാനിൽ എന്തോ ഉണ്ടായെന്നറിയാം. അതേപോലെ ഇങ്ങനൊരു സംഭവം ആരും പ്രതീക്ഷിച്ചില്ല. എങ്ങനെയായിരിക്കും ഇതിവിടെ ഉണ്ടാകുന്നത്? പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ പ്രഖ്യാപിച്ചു. ഇൻ്റർനാഷണൽ മീഡിയ അത് കവറേജ് വന്നു. അതായത് ഇസ്രായേൽ ഹമാസ് വാർ കൊണ്ട് ഏറ്റവും കൂടുതൽ അടി കിട്ടിയത് ഇസ്ലാമിക റിപ്പബ്ലിക്കുകൾക്കാണ്. കാരണം അത് മുഴുവനും ഛിന്ന ഭിന്നമായിട്ട് അങ്ങ് പോയി. അതിനേക്കാൾ ഈ രാജ്യങ്ങളൊക്കെ രണ്ടായി. സിറിയൊക്കെ പല പാർട്ടി ഏത് സമയത്ത് എപ്പോഴാണ് പിളരേണ്ടത് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഡിക്ലെയർ ചെയ്യാൻ. കാരണം അമേരിക്ക ഇടപെട്ടുകൊണ്ട് തന്നെ ഡിക്ലറേഷൻ ലേറ്റായി പോവാണ്. ഇതാണ് ഇന്നത്തെ സ്ഥിതി എന്ന് പറയുന്നത്. വാറുകൊണ്ട് ഏറ്റവും കൂടുതൽ അഡ്വാൻസ്ഡ് പ്രയോജനം ഉണ്ടാക്കിയത് ഇസ്രായേൽ. അവസാനം തമ്മിലടിയാണ് UAE സൗദി അറേബ്യയും തമ്മിൽ ആ റീജിയന് വേണ്ടി തമ്മിലടിക്കുന്നു. അവർ കൊണ്ട് ബോംബിടുന്നു, ഇവർ സപ്പോർട്ട് ചെയ്യുന്നു. ഈ പ്രശ്നത്തിലോട്ടങ്ങ് മാറി. അപ്പോൾ അൾട്ടിമേറ്റ് വിജയമാരെ ഇസ്രായേലിൻ്റെ വിജയം. ഉറപ്പായിട്ട് അമേരിക്കൻ ഗെയിം ഇതിൻ്റെ പുറകിലുണ്ട്. ഇതാണ് ഇതിൻ്റെ ആകെത്തുക എന്ന് പറയുന്നത്.